ഗൈസ്, ഒരുപാട് കാലമായി റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് പേര് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അർജൻറ്റീന, ഇസ്രായേൽ, മെസ്സി, ഇതാണ് ഇപ്പോഴത്തെ വിഷയം. അർജൻറ്റീന എന്ന ഭരണകൂടം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇവിടുത്തെ ഒരുപാട് മണ്ണ് വാരി തിന്നുന്ന ഫാൻസ് മെസ്സിനെ എന്തൊക്കെ പറയണേ മനസ്സിലാവണില്ല. ഒരു രാജ്യത്തെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതിന് അർജന്റീന ഫുട്ബോൾ ടീം എന്ത് പിഴച്ചു? എന്ത് കാര്യമാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ മണ്ണാണോ തിന്നണത്? അർജന്റീനയുടെ മുൻ ഭരണകൂടം ഇസ്രായേലിനെതിരായിരുന്നു. ഇപ്പോഴത്തെ ഭരണകൂടം അവർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന് ഒരു രീതിയിലും നമ്മളും സപ്പോർട്ട് ചെയ്യണില്ല. അല്ലാതെ ഫുട്ബോൾ എന്ത് പിഴച്ചു? ഈ പല ആളുകളിലും ഒരു ധാരണ ഉണ്ട്, അർജന്റീന എന്ന് പറഞ്ഞാൽ മെസ്സിയാണ്, മെസ്സി എന്ന് പറഞ്ഞാൽ അർജന്റീനയാണ്. എന്ത് മണ്ണാണോ നിങ്ങൾ ഇതിനിടയ്ക്ക്? മനസ്സിലാവണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവരൊക്കെ നമ്മുടെ രാജ്യമുണ്ട അവസ്ഥയേക്കാം. ഇവിടുത്തെ ഭരണകൂടം ഇസ്രായേലിന് ഭയങ്കര സപ്പോർട്ടാണ്. അതെല്ലാം അറിയോ? മണ്ണ് തിന്നുന്ന ആളുകളെ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇവിടുത്തെ ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിക്കറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റുമോ? മെസ്സി ഏത് കാലത്തും ഇസ്രായേലിന് എതിരെയാണ്. അത് നിങ്ങൾക്കറിയോ? ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താ അറിയോ? 2022 18-ാം തീയതി ആ രാത്രി തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. അതിൻ്റെ കണ്ണീര് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആഗ്രഹം കൊണ്ടെന്നറിയോ, അർജന്റീന 2026 കപ്പടിക്കരുത് എന്നാണ്. കാരണം നിങ്ങളെ കണ്ണീര് കാണാൻ വയ്യാന്നേ. പിന്നെ പണ്ട് ഇവിടെ പോർച്ചുഗീസ് വന്ന് കാട്ടി കൂട്ടിയതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൻ്റെ പിണങ്ങും. അപ്പോൾ അതൊന്നും പറയണ്ട, ഓക്കെ. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് അർജന്റീന കേരളത്തിലോട്ട് വരുന്നു, ഞങ്ങൾ കളി ബഹിഷ്കരിക്കും. മാക്സിമം നിങ്ങൾ ബഹിഷ്കരിക്കും. കാരണം ഞങ്ങളെ നമ്മുടെ അർജന്റീന ഫാൻസുകാർക്ക് ഒന്ന് കളി കാണാൻ പറ്റട്ടെ. നിങ്ങളുടെ ഈ തള്ളും കുത്തും തിരക്കൊക്കെ കേട്ട് നമുക്ക് കളി കാണാൻ പറ്റട്ടെ. അതുകൊണ്ട് ദയവായിട്ട് അർജന്റീന കളി കാണാൻ നിങ്ങൾ വരണ്ട, ഞങ്ങൾ ഫാൻസ് കണ്ടോട്ട്. അപ്പോൾ ഇളക്കിക്കോ, ഇരുന്ന് ഇളക്കിക്കോ, ഇളക്കി കളിച്ചോ, വേവൂല.